പുതിയ വർഷം, പുതിയ തീരുമാനങ്ങൾ, പുതിയ തുടക്കം. ഇതാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. ആരിനി എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഞാനെടുത്ത തീരുമാനത്തിൽ മുന്നോട്ട് പോകാന്നുള്ളതാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിനെ കൊണ്ട് തന്നെ പ്രയോറിറ്റി നമ്പർ 1 ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് എന്റെ വ്ളോഗിംഗ് പരിപാടി റീസ്റ്റാർട്ട് ചെയ്യുക. ഇയാളിപ്പോൾ ഈ വീഡിയോയും പിടിച്ച് വ്ളോഗിംഗ് ഒക്കെ ചെയ്ത് എന്തെടുക്കുന്നു, എന്ത് നേടുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. എന്തെടുത്താലും എന്ത് നേടിയാലും അതിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ലൈഫിന്റെ ഉള്ളിന്റെ വാതിലും തുറന്ന് അതിലിങ്ങനെ കുത്തിപ്പിടിച്ച് കയറി അതിനെ ചെകഞ്ഞെടുത്ത് എന്ത് കിട്ടുന്നു മാനം ജനങ്ങളെ നിങ്ങൾക്ക് ഇപ്പൊ അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പൊ നല്ല പരിപാടിയായി. എത്ര ആൾക്കാർ ലക്ഷങ്ങളുടെ വീട് വെക്കുന്ന, ഒരുപാട് പറമ്പ് വാങ്ങിച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സഹതാപ വാക്കുകൾ. ഇങ്ങനെയുള്ള സഹതാപ വാക്കുകൾ പറയുന്ന ആൾക്കാരെ ഫ്രീ ആയിട്ട് നിങ്ങൾ എറിഞ്ഞു തരുന്ന ഈ സഹതാപ വാക്കുകൾ ഇനി ഞാൻ ഇവിടെ സ്വീകരിക്കുന്നതല്ല. ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ സഹതാപ വാക്കുകൾ എറിഞ്ഞിട്ട് തരുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വേണ്ടവർക്ക് കൊണ്ടെന്നും കിട്ടേണ്ടവർക്ക് കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം നല്ല ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഇന്ന് എന്റെ കുട്ടീന്റെ സ്കൂൾ ആനുവൽ ഡേ ആണ്. ആട് ചെറുതായിട്ട് ഡാൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാണാനുള്ള പോക്കാണ്. സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂളിൽ പ്രോഗ്രാം ഒക്കെ കാണുന്നത് എനിക്ക് പണ്ടേ എന്തോ ഒരു ഇഷ്ടക്കേടാണ്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഈ സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ കാണാൻ വരുന്ന അമ്മമാരോടൊക്കെ എനിക്ക് എന്തോ ഒരു ഇത്, എന്തിനാണ് ഇപ്പൊ ഇവർ രാവിലെ വന്ന് വൈകുന്നേരം രാത്രി വരെ ഈ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ക്ഷണിച്ചിരിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിച്ചിട്ട്. പറഞ്ഞാലും ഞാൻ ഇന്ന് എന്റെ കുട്ടീന്റെ സ്കൂളിൽ ഈ പ്രോഗ്രാമിന് പോകണമെന്ന് പലതവണ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് മനസ്സുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കുട്ടീന്റെ ഫ്രണ്ടിന്റെ അമ്മ ഒരു വിളിക്കുന്നത്. എല്ലാ പേരൻസ് എത്തിക്കുന്ന ഇയാളെ കുട്ടിക്ക് ഭയങ്കര വിഷമം, വെച്ച് വരാത്തതിന്റെ വിഷമാണ്, നല്ല മൂഡ് ഓഫ് ആണെന്ന്. ആ ഒരൊറ്റ കൊള്ളു പിന്നെ എന്റെ വീട്ടിൽ ഇരിക്കാനുള്ള ഇരിപ്പ് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചതാണ് പണ്ടിന്റെ ചെറുതിലേ ഉണ്ടായിരുന്ന ആ ഒരു തെറ്റിദ്ധാരണ അപ്പം മറിക്കും. എല്ലാ പേരൻസിനും ഇപ്പൊ ഇത് ഇഷ്ടമുണ്ടായിരുന്നില്ല. കുട്ടികളുടെ സന്തോഷത്തിന്റെ പുറത്താണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ഡേ മുടക്കി ഇവിടെ വരുന്നത്. അവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ പ്രോഗ്രാമിലുള്ള നീണ്ട ഒരു കാത്തിരിപ്പായിരുന്നു. 12 മണി കഴിഞ്ഞ് എപ്പോഴും പ്രോഗ്രാം ഉണ്ടാവും പ്രതീക്ഷിക്കാന്ന് പറഞ്ഞു പോയപ്പോ എന്റെ കുട്ടീന്റെ പ്രോഗ്രാം നടന്നത് 4 മണി കഴിഞ്ഞിട്ട്. കുഴപ്പമില്ല, എന്റെ കുട്ടീന്റെ സന്തോഷമാണല്ലോ വലുതെന്ന് ആലോചിച്ചിട്ട് കുറച്ച് നേരം മതി ഇവിടെ നിന്ന്. ശരിക്കും നമ്മൾ പഠിച്ചിട്ടില്ല മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത്. ഇവിടെ ഒരൊറ്റ സെക്കൻഡ് വന്നപ്പോ നമുക്ക് മനസ്സിലായി. നമ്മുടെ വീട്ടിൽ നമ്മുടെ 2-3 മക്കളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ 10-25 കുട്ടികളാണ് ഒരു ദിവസം ഒരു നേരം മാനേജ് ചെയ്യുന്നത്. ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഈ മിസ്സിനെ ഒരു 10-25 പേര് ഒരു 10-20 തവണ തോന്നിയിട്ടുണ്ടാവും മിസ്സേ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടു നിന്ന് എനിക്കേ തലവേദന നൽകി. അപ്പൊ മിസ്സിന്റെ കാര്യം പറയണ്ടല്ലോ. കുഞ്ഞിത്താന്റെ പ്രോഗ്രാം ഇപ്പൊ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കുട്ടി ഉറക്കം തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഓരോരുത്തരെ സ്റ്റേജിലേക്ക് പ്രവേശിക്കാനായി തുടങ്ങി. ഒരു സ്കൂളിൽ ഒരുപാട് ടീച്ചേഴ്സിന്റെ ടീം വർക്ക്, ഒരുപാട് കുട്ടികൾ, ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ്, ഇതൊക്കെ കൂടുമ്പോൾ ഒരു ടെസ്റ്റിൽ ക്ലിയർ ആയിട്ട് ഇതിൽ പക്കയായിട്ട് ഡാൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പിടിവാശിയാണ്. നട്ടുച്ചിക്ക വെയിലും കണ്ട് അവിടെ ഇരുന്ന് ഈ ഒരു സമയങ്ങളൊക്കെ ഇരുന്ന് പല ജാതി വേദനകൾ ഇളക്കിയിട്ടുണ്ടായിരുന്നു. കുറേ നേരങ്ങൾക്ക് ശേഷം എന്റെ കുഞ്ഞിപ്പണീനെ മേക്കപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി. എന്റെ കുട്ടിക്കാണെങ്കിൽ ഒരുപാട് സംശയങ്ങളാണ്. മെച്ചി ഇത് രസമുണ്ട, മെച്ചി ഇന്ന് കാണാൻ ഭംഗിയുണ്ട, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. നേരത്തെ പറഞ്ഞ ഒരുപാട് പേരുടെ ടീം വർക്കാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ എന്റെ പണ്ടത്തെ പരിഭാഷം പിടിച്ചിട്ട് പോവാതിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിപ്പിന്റെ സ്കൂൾ ജീവിതത്തിലെ ആദ്യത്തെ വേദന ഞാനായിരിക്കും എന്റെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ കുട്ടിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ മറക്കില്ല എന്ന് പറയുന്നത് എത്ര സത്യം എന്നറിയും. എല്ലാവർക്കും ഉണ്ടാവും എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ചെറുതിലെ ഓരോ മറക്കാനാവാത്ത കഥകൾ പറയാനായിട്ട്. വലുതായി കഴിഞ്ഞാൽ അതൊരു കഥയായി മാറിയെങ്കിലും അന്നത് വല്ലാത്തൊരു വിഷമായിരുന്നു. ഇപ്പൊ ഇങ്ങളീ കാണുന്നത് എന്റെ കുട്ടിന്റെ പലജാതി ഉറക്കങ്ങളാണ്. ഡ്രസ്സ് ഇട്ടിട്ടൊന്ന്, ഡ്രസ്സ് അഴിച്ചിട്ടൊന്ന്, അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ കുഞ്ഞിപ്പിന് അത്യാവശ്യം കുഴപ്പമില്ല ഡാൻസ് ഒക്കെ കളിച്ച്. പക്ഷേങ്കിലുള്ള ഇടക്കുന്ന ഇടവം കണ്ടിട്ട് ഞങ്ങൾ നോക്കുന്ന സമയങ്ങളിൽ ചില സമയങ്ങളിൽ സ്റ്റെപ്പ് അവിടെ ഇവിടേക്ക് മാറിപ്പോയി. ഞാനിപ്പോൾ ടോട്ടലി മാർക്ക് ഇടുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആകെ എന്ത് വിഷമം എന്താന്ന് വെച്ചാൽ കുട്ടീന്റെ വാപ്പച്ചിക്ക് ഇത് കാണാൻ പറ്റിയില്ല എന്നാണ്. മൂപ്പര് വർക്ക് കാരണം കുറച്ച് ബിസിയായി പോയി വരാൻ പറ്റിയില്ല. പക്ഷെ വാപ്പച്ചി അതിനാണല്ലോ അമ്മച്ചി ഈ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നതെന്ന് മോള് പറയും. ലൈഫിൽ എന്തൊക്കെ പറഞ്ഞാലും കൊടുത്തതേ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ്. ഇതിനിപ്പോ പൈസ ആയാലും സ്നേഹമായാലും വാട്ടവർ എന്തും. അങ്ങനെ എന്റെ കുട്ടീന്റെ ഡാൻസ് കഴിഞ്ഞ പാടെ അവിടെ സ്ഥലം വിട്ട് ഇനിയിപ്പോ ഇവിടുന്ന് നടക്കണോ ഇവിടെ കിടന്ന് എഴയണോ എന്നുള്ള ചിന്തയാണ്. പലർക്കും പല അഭിപ്രായങ്ങൾ. പക്ഷെ നമ്മൾ ഒന്നിൽ ഉറച്ചിക്കണ്ടേ. സോ നമുക്കിപ്പോ നടക്കാം. കീഴിലൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൂടപ്പറപ്പായി വരുന്ന ആ തലവേദന നിങ്ങൾക്ക് ഉണ്ടോ? ഡോക്ടർമാരൊക്കെ ഇതിന് 1-1.5 ഓമന പേരിട്ടിരുന്നു. മൈഗ്രെയിൻ ഓമന എനിക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വേഗം വീട് പിടിക്കണം, അതാണ് ഇപ്പൊ ലക്ഷ്യം. നമുക്ക് പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.